നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ കയറി പോകുന്ന ലാഘവമേ ഉള്ളൂ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മറ്റേ അനക്സിൽ പോകുന്നു, ID കാർഡ് കൊടുക്കുന്നു, അവർ ID കാർഡ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം എന്നോട് പറയുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു. ഞാൻ തനിയെ പോകുന്നു, അവിടെ നടന്നു കയറുന്നു, ലിഫ്റ്റ് കയറി മേളിൽ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒരാൾക്കൂട്ടം തന്നെ മറ്റേ ഇത് തുറന്നു. ഞാനെന്തോ ഭയങ്കര മറ്റേ ഒരു പല കടമകൾ കടന്നിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു പോകുമ്പോൾ ആ റൂം തുറക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ചേംബർ തുറക്കുന്ന സമയത്ത് ഒരു 100ഓളം ആളുകളുണ്ട്. ഞാനും അതിനകത്ത് ഒരാളായിട്ട് അവിടെ പോയി നിൽക്കുന്നു. അവിടെ മറ്റു മുഴുവൻ നിവേദനങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ രമേശ് ചെന്നിത്തല ഓരോരുത്തരുടെ നിവേദനം വാങ്ങുന്നു, നോക്കുന്നു, അതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നു, പലതരത്തിൽ ആ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ നിവേദനം ഇല്ല, കാരണം ഞാൻ ഡേറ്റ് വാങ്ങാൻ വേണ്ടിയാണല്ലോ പോകുന്നത്. അപ്പൊ ഞാനൊരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഏകദേശം ആ ചേംബറിൽ നിൽക്കുകയും അതിനകത്ത് ഒരു അരമണിക്കൂർ ഇദ്ദേഹത്തിന്റെ മേശയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ബാക്കിയുള്ള ആളുകൾ അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള ആളുകൾ നിവേദനം ഉള്ള ആളുകളുടെ നിവേദനം വാങ്ങിച്ച് ഇത് കൊടുക്കും. എന്നെ നിവേദനം ഇല്ലാത്തതുകൊണ്ട് ആളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ നമ്മൾ പുറകിൽ പോയിട്ട് പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഇതേപോലൊരു കാര്യത്തിന് വേണ്ടിയാണ് മറ്റേ നമ്മൾ ഈ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ UAPA നിയമത്തിനെതിരെ ഒപ്പിട്ടൊരു നിവേദനമുണ്ട്. ആ നിവേദനം അടുത്ത ദിവസം നേരിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതേപോലെ 2 ദിവസം കഴിഞ്ഞിട്ടൊരു ഡേറ്റ് എന്നാൽ ആ ഡേറ്റിൽ വരൂ, ആഭ്യന്തരമന്ത്രി ഒന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു. രണ്ടാമത് വന്ന ദിവസം ആ എൻട്രൻസ് പോയിന്റ് മുതൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വരെ മുന്നിലും പുറകിലും 20ഓളം പോലീസുകാർ. ഓരോ സമയത്തും 3 കടമ്പകൾ, ഓരോ സമയത്തും ഫുൾ ബോഡി ചെക്കിങ്. അതേപോലെ ഉള്ളിൽ പോകുന്ന സമയത്ത് ഈ നമ്മുടെ എഴുതാനുള്ള പേനയടക്കം മുഴുവൻ കാര്യങ്ങളും, കുടിക്കാനുള്ള വെള്ളം, പേന അടക്കം ഈ പറയുന്ന നമ്മുടെ നിന്ന് വാങ്ങി വെച്ച് ഷൈന എൻ്റെ കൂടെ വന്നിരുന്നു. 3 പ്രാവശ്യമാണ് ഷൈന ബോഡി സെർച്ചിങ് അടക്കം ചെയ്തിട്ട് മുകളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഏറ്റവും ഒരു ജനാധിപത്യ ഇടത്തിൽ ഏറ്റവും സർഗാത്മകമായി തന്നെ കാണാൻ പറ്റുന്ന ഒരു അഭിമുഖം. രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും ഒരു സെൻട്രൽ പ്രസിഡന്റ് പോലും ഈ 9 വർഷത്തിനിടയിൽ സെൻട്രൽ പ്രസിഡന്റ് പോലും ഈ തരത്തിലേക്കുള്ള സെർച്ചിങ്ങിന് നമ്മൾ വിധേയമായിട്ടില്ല. അത്തരത്തിലുള്ള സെർച്ചിങ്ങിന് വിധേയമായിട്ടാണ് ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് അറിയണമെന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് മനസ്സിലാക്കുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പിന്നീട് ഇതേ നമ്മളെ തന്നെ ആദ്യത്തെ ദിവസം ഈ പറയുന്ന സാധാരണക്കാരായിട്ട് അവിടെ പോകുന്ന നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഈ പറയുന്ന കഥകളിലും സാധനങ്ങളും നമ്മൾ മറ്റൊരു സാധനമായിട്ട് മാറുകയാണ്.